അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ എല്ലാ കസ്റ്റംസ് തീരുവകളും റദ്ദാക്കുന്നതിനായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് പ്രഖ്യാപിച്ച വലിയൊരു സ്റ്റേറ്റ്മെന്റ് വളരെയധികം വിവാദത്തിന് തിരികൊളുത്തി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലെ ഒരു പോസ്റ്റിലാണ് ഈ തീരുമാനത്തിന് പിന്നിലെ പതിറ്റാണ്ടുകളായ നയം എടുത്തു കാണിച്ചുകൊണ്ട് നെതന്യാഹു ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ കസ്റ്റംസ് തീരുവ റദ്ദാക്കുന്നത് വിപണി മത്സരത്തിനും തുറന്നുകാട്ടുന്നതിനും സമ്പദ് വ്യവസ്ഥയിൽ വൈവിധ്യം കൊണ്ടുവരുന്നതിലും ജീവിത ചെലവ് കുറയ്ക്കുന്നതിലും ഒരു ശതാബ്ദകാലമായി എൻ്റെ സർക്കാർ നയിച്ച നയത്തിൻ്റെ ഒരു അധിക ചുവടുവെപ്പാണെന്നും അദ്ദേഹം കുറിച്ചു. ഇസ്രായേലിൻ്റെ അമേരിക്കയുമായുള്ള സഖ്യത്തിൽ ഈ നീക്കം ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് നെതന്യാഹു ഊന്നി പറയുന്നുണ്ട്. ഇസ്രായേലിലെ വിപണിക്കും പൗരന്മാരുടെ ലഭിക്കുന്ന നേട്ടങ്ങൾക്കും പുറമെ ഇസ്രായേലും യു.എസും തമ്മിലുള്ള സഖ്യവും ബന്ധവും കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇപ്പോഴത്തെ ശ്രമം ഞങ്ങളെ കൂടുതൽ അനുവദിക്കുമെന്നും തടസ്സങ്ങളും ആചാരങ്ങളും കുറയ്ക്കുന്നതിനും യു.എസുമായുള്ള തങ്ങളുടെ പ്രത്യേക ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ഞങ്ങൾ തുടർന്ന് പ്രവർത്തിക്കുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർക്കുകയും ചെയ്തു. വൈറ്റ് ഹൗസ് റോഡ് ഗാർഡനിൽ ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്ക് ഔദ്യോഗിക പ്രഖ്യാപനം നടക്കാനിരിക്കുന്ന ഏപ്രിൽ 2 വിമോചന ദിനം എന്ന് വിളിക്കുന്ന ദിവസത്തിൽ പരസ്പര താരിഫുകൾ ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ പ്രതിജ്ഞയ്ക്ക് മുന്നോടിയായാണ് നെതന്യാഹുവിന്റെ ഈ തീരുമാനം ഞെട്ടിച്ചിരിക്കുന്നത്. ജനുവരി 20 പ്രസിഡന്റ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവകളുടെ ഒരു പരമ്പരയുടെ ഭാഗമാണ് പരസ്പര താരിഫുകൾ. കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് ഉയർന്ന താരിഫുകൾ, ലോഹങ്ങൾക്ക് മേഖലാധിഷ്ഠിതമായ താരിഫുകൾ, അടുത്തിടെ ഇറക്കുമതി ചെയ്ത ഓട്ടോമൊബൈലുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചതുപോലെ കാറുകൾക്ക് സ്ഥിരമായ താരിഫ് ഈ വ്യാഴാഴ്ച നടപ്പിലാക്കുമെന്നാണ് ട്രംപ് ഉറപ്പു നൽകുന്നത്.